നാസില നാസറുദ്ദീൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വ്ലോഗ് ആയിട്ടാണ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ക്യാരറ്റ് വെച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇതാ ക്യാരറ്റ് ഒക്കെ നമ്മൾ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അതെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് പിക്കിളാണ്. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു പിക്കിൾ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പം ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട, ഭയങ്കര സിമ്പിളും ആണ്, ഭയങ്കര ടേസ്റ്റിയും ആണ്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പം നമുക്ക് ഒരുപാട് ഇങ്ങനെ ബളബളബിളാന്ന് സംസാരിച്ച് സമയം കളയേണ്ട, നേരെ നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമുക്ക് നേരെ കുക്കിങ്ങിലോട്ട് പോവാം. ആദ്യം ഞാൻ ദാ ഇവിടെ കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പൊ നമുക്ക് ആദ്യം അത് ചെയ്യാം. അങ്ങനെ ആദ്യം ഐശ്വര്യമായിട്ട് സ്റ്റവ് ഒക്കെ കത്തിച്ചതിന് ശേഷം ഒരു പാൻ അതിൽ വെച്ചു. ആ പാൻ ചൂടായപ്പോഴത്തേക്ക് കടുകും ഉലുവയും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുവാണേ. അപ്പോൾ ഈ കടുകും ഉലുവയൊക്കെ ഇങ്ങനെ ഒന്ന് പൊട്ടി വരുമല്ലോ, ഒരുപാട് അങ്ങനെ കരിയാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. ഒന്ന് പൊട്ടി വരുന്ന ഈ ഒരു കളറാവുന്ന സമയത്തേക്ക് നമുക്കത് എടുക്കാം കേട്ടോ. കടുകും ഉലുവയും നമ്മൾ നല്ലോണം ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാവേ. അങ്ങനെ അതൊന്ന് നല്ലതുപോലെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈൻ പൗഡർ ഒന്നും ആവണ്ടേ, കുറച്ച് തരിതരിയായിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളത് ആ ചോറും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരുന്ന് വേവട്ടെ. ഇനി നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നോർമൽ ഓയിലാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. അതിനുശേഷം വെളുത്തുള്ളി, പച്ചമുളക് ഇത്രയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് സോട്ടായതിനു ശേഷം ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കുവാണ്. ഈ ഒരു ഓയിലിൽ തന്നെ കിടന്ന് ക്യാരറ്റ് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വരണം. കാരണം ഇത് ഒന്ന് ഫ്രൈ ആയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ കുഴകുഴാന്നായി പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഒരുപാട് ഓയിലൊന്നും ചേർക്കണ്ട കേട്ടോ, കുറച്ച് ഓയിൽ ചേർത്താൽ മതി. ഇതിപ്പം നല്ലെണ്ണയിലൊക്കെ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെ ഉണ്ടാക്കാം. പക്ഷേ ഇതിപ്പോൾ ഞാനൊരു 1 വീക്കിലത്തേക്ക് കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓയിലിൽ തന്നെ ഉണ്ടാക്കി. മാത്രമല്ല എനിക്ക് ഓയിലാണ് പേഴ്സണലി ഇഷ്ടം. എന്നിട്ട് സോട്ട് ചെയ്ത് നമ്മളത് മാറ്റി വെക്കുവാണ് കേട്ടോ. ഇനി അടുത്തതെന്ന് പറയുന്നത് അതേ പാനിൽ തന്നെ കുറച്ചുകൂടി ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ കടുകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 വറ്റൽമുളക്. ഇതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായത്തിന്റെ കട്ട ഒന്ന് ഉരുക്കി പൊടിച്ച് വെച്ചതും കൂടി അത് കഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കായപ്പൊടി ഉണ്ടെങ്കിൽ ഡയറക്റ്റ് അത് തന്നെ ചേർക്കാം. ഇവിടെ കട്ടയായിരുന്നു ഇരുന്നത്. എന്നിട്ട് നമ്മൾ ആദ്യം പൊടിച്ച കടുകിന്റെയും ഉലുവയുടെയും ആ ഒരു പൊടി ഉണ്ടല്ലോ, അത് കുറച്ച് അതിലോട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ് ഇതൊക്കെ ആവശ്യത്തിന് ചേർക്കാം കേട്ടോ. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് ഈ പൊടികളെല്ലാം കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്യുക, കരിഞ്ഞു പോകരുത്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് വിനിഗറും കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ച ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഈ ഒരു അരപ്പും എല്ലാം അതിലൊന്ന് നന്നായിട്ട് പിടിക്കണം. അത്രയും നല്ലൊരു മിക്സ് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ടേസ്റ്റി ആൻഡ് സിമ്പിൾ ക്യാരറ്റ് പിക്കിൾ ദാ റെഡി ആയിട്ടുണ്ട്. പിന്നെ ഉപ്പും അതുപോലെ എരിവും ഒക്കെ നിങ്ങളൊന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇനി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.